ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് തോന്നി കുറേ നാളെല്ലാവരും ട്രെയിനിലൊക്കെ പോയിട്ട്, പിള്ളേരാണെങ്കിലും ട്രെയിനിൽ കയറിയിട്ടില്ല. മൂത്തവൻ കയറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും അവനത് ഓർമ്മയില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ വെച്ചാൽ നമുക്ക് ട്രെയിനിൽ എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ഡ്രൈവ് എവിടെയെങ്കിലും, ഡ്രൈവല്ല 2 മണിക്കൂർ എവിടെയെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ ട്രെയിനിൽ കുറേ നാൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ഹാനോവറിലേക്കാണ് പോയത്. വെറുതെ ഒരു രസം എന്നും പറഞ്ഞ് പോയതാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ, ഈ അമ്പലം കാണുമ്പോഴേക്കും ഞങ്ങൾക്ക് എന്തോ ഒരു വലിവാണെന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഞങ്ങളുടെ ഒരു തറവാടായിക്കണതെന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ്, ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ കയറി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് എന്തോ ചെറിയൊരു ബർഗർ അങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ കഴിച്ച്, എന്നിട്ട് ഞങ്ങൾ ആ സിറ്റി മുഴുവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം എന്ന് വെച്ചാൽ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മഴയൊന്നുമല്ല, നല്ല മഴയായിരുന്നു. പിന്നെ ഒരേ ഭ്രാന്തെന്നൊക്കെ പറയണ പോലെ മഴയത്തും ഇങ്ങനെ നടക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, എൻ്റെ ദൈവം ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇന്ന് തന്നെ നല്ല മഴയും പെയ്ത് ഇന്ന് തന്നെ ഞങ്ങൾക്ക് പോരാനും തോന്നിയല്ലോ. പിന്നെ ഇപ്പോഴത്തെ ജർമ്മനിയിലത്തെ ഒരു സാഹചര്യം വെച്ച് മഴ മാറിയിട്ട് എങ്ങും പോക്കൊന്നും നടക്കില്ല എന്ന് പറയുന്ന പോലെയാണ്. എപ്പോഴൊന്നും പറഞ്ഞ പോലെ മഴയായിരിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ മഴ പെയ്തേനെ. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ സിറ്റിയിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ മഴ പെയ്തതിന് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കേണ്ട, നല്ല മഴയാണ്. അപ്പോൾ ഒന്ന് കുറഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ സൈഡിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നാൽ ഓൾറെഡി അവനൊരു ഷൂ വേണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കണ്ടായിരുന്നു കോച്ച്. അപ്പോൾ പിന്നെ അന്നൊരു ഷൂ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്ക് ഷൂ എന്ന് വെച്ചാൽ സാധാ ഷൂ അല്ല ആവശ്യം, വീലുള്ള ചക്രമുള്ള ഷൂ വേണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടാണ്. അപ്പോൾ ആളതൊക്കെ ഇട്ട ആളുടെ വിചാരം ഇപ്പം അങ്ങോട്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് പോകും, നല്ല സുഖമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആളിരുന്നത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊന്നല്ല കാര്യം എന്നുള്ളത്. ആൾ വിചാരിച്ചിങ്ങനെ എല്ലാവരും ഇങ്ങനെ നടക്കണം കാണുമ്പോൾ ഇങ്ങനെ അതേപോലെ അങ്ങോട്ട് പോകുമല്ലോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ആളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി അത് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ചെറുതപ്പോൾ എനിക്കും വേണമെന്ന് പറഞ്ഞ് പിന്നാലെ അടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനും ഇവരുടെയൊക്കെ വിചാരം ഇങ്ങനെ നിൽക്കുമ്പോൾ വെറുതെ ഇങ്ങനെ പോകുന്നതാണല്ലോ, അപ്പോൾ ആ ഒരു രസത്തിന് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനത്തെ കണ്ട ചെറുതാണെങ്കിലേ മഴയത്ത് നിന്ന് കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അങ്ങനെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നു. ഞങ്ങൾ വീണ്ടും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടെ വന്ന് ഞങ്ങൾക്ക് സെർവ് ചെയ്യാൻ വന്ന ആളാണെങ്കിൽ മലയാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അവർ ഓരോന്നൊക്കെ പറഞ്ഞു തന്ന്, ഇന്നതാണ് നല്ലത്, ഇന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന് ഇത് ചെയ്ത് അങ്ങനെ അവർ ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒരു പ്രോൺ ബിരിയാണി ആയിരുന്നു, സൂപ്പറായിരുന്നു. കുറച്ച് എരിവ് കൂടുതലുണ്ടെന്നല്ലാണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല സൂപ്പർ പ്രോൺ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് നമുക്ക് സൂപ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെയായിട്ട്. പിന്നെ ഇത് കണ്ട് നമുക്ക് ഇങ്ങനെ പാത്രമൊക്കെ കൊണ്ടുവന്ന് തന്നെ ഒരു ഇതാണ് കേട്ടോ, സ്റ്റാൻഡാണ് കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തതാണ്. അത് കണ്ട പ്രോൺ ബിരിയാണിയാണ്, നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. എവിടെ ചെന്നാലും ഭക്ഷണം മുഖ്യമാണല്ലോ എന്ന് പറയണ പോലെയാണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാലും പുറത്തിറങ്ങിയാലും അയ്യോ എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങി കഴിക്കൽ ഞങ്ങൾക്ക് ഭയങ്കരമായൊരു ഇതായിക്കേണ്ട. അപ്പോൾ ആ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറുതിനൊരു ഷൂ വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ അടുത്ത കടയിൽ കയറിയൊക്കെയാണ് കേട്ടോ, ചെറുതിനൊരു ഷൂ വാങ്ങിക്കാനായിട്ട്. ഞങ്ങൾ ചെറുതിന് ഷൂ ഒക്കെ വാങ്ങിച്ച് വീണ്ടും നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ നന്നായിട്ട് മാറിയിട്ട്, ഇപ്പോൾ ചെറിയ കാറ്റ് മാത്രമേ ഉള്ളൂ, പക്ഷേ നന്നായിട്ട് മഴയൊക്കെ മാറിയിരുന്നു. വീണ്ടും ഞങ്ങൾ ആ സിറ്റി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ റെയിൽവേ സ്റ്റേഷന് ചുറ്റും തന്നെയുള്ള ഫുള്ള് ഇങ്ങനെ നടക്കുക. ആദ്യം ഞങ്ങൾ ഹാനോവർ ഫുള്ള് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു രസം ട്രെയിനിന് പോകാമല്ലോ എന്നുള്ള രസത്തിന് വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ നീണ്ട 2 മണിക്കൂറത്തെ യാത്രയും 2 മണിക്കൂറത്തെ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പോൾ ഇത്രയും നേരം നടന്നതിൻ്റെ ക്ഷീണം, പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചതുകൊണ്ടും ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്മൂത്തി കട ഉണ്ടായിരുന്നു. ഞാൻ ചെന്നാൽ സ്മൂത്തിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ സ്മൂത്തിയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഞങ്ങളിതിങ്ങനെ വെയിറ്റിങ്ങിലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വെയിറ്റിംഗ് റൂമിലിരുന്ന് ഇങ്ങനെ പിള്ളേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ട്രെയിനും വന്ന് ഞങ്ങൾ വീണ്ടും ട്രെയിനിൽ കയറുകയാണ് കേട്ടോ. തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് വീണ്ടും 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ട്രെയിനിൽ കയറുകയാണ്. പിന്നെ കറക്റ്റ് ഈ ട്രെയിനിൽ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് പറ്റിയ
പ്ലേസ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. കളിക്കാനും എല്ലാത്തിനും പറ്റിയ പ്ലേസ് തന്നെയായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് അവർക്കൊന്നും കൂടെ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. രണ്ടും കൂടി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ ടോയ്സൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചല്ലായിരുന്നു രണ്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർ പിള്ളേർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണോണ്ട് തന്നെ ഇവിടെ എവിടെ ചെന്നാലും പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു സ്പേസ്, പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു ഇത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവ കണ്ട ട്രെയിനിൽ ആ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണതും ആ ടേബിളിലൊക്കെ കണ്ട കളിക്കണ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരതിരുന്ന് കളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് ട്രെയിനിൽ പോയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത സീറ്റിലൊക്കെ പോയിരുന്നു. കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, രണ്ടും കൂടെ നന്നായിട്ടിരുന്ന് ഹാപ്പി ആയിട്ടിരുന്ന് ട്രെയിനിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണ പോലെ ഇരുന്നു കേട്ടോ. അവർക്ക് അതിനുള്ള ഒരു സ്പേസും കൂടെ കിട്ടിയല്ലോ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളങ്ങനെ വീണ്ടും ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ട്രെയിൻ യാത്ര വളരെ ഇതാണല്ലോ എന്ന് പറയണ പോലെയാണ്. ആഴ്ചയിൽ ട്രെയിൻ യാത്രയാണല്ലോ. അങ്ങനെ ട്രെയിനിലിരിക്കുന്ന സമയത്തും നന്നായിട്ട് മഴ പെയ്തിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം ഫുള്ളും മഴയും വെയിലും ഇങ്ങനെ തന്നെയായിരുന്നു. അതൊക്കെ അതിനതേ വീട്ടിൽ വന്നതിനിപ്പോൾ കണ്ട അതൊക്കെ ഇട്ട ആളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത ആൾ അടുത്തതും വാങ്ങിച്ചതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.